ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാനും ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗുലാബ് ജാമിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു പാക്ക് ബ്രെഡാണ് അതിനായിട്ട് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മെറൂൺ സൈഡൊക്കെ നമ്മൾ മാറ്റിയിട്ട് ബാക്കിയുള്ള ഭാഗം നന്നായിട്ടൊന്ന് കൈവച്ച് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് മാവ് പരുവത്തിലാക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക. കാരണം നന്നായിട്ട് കുഴച്ചെടുക്കണം. അത് നമുക്ക് കുഞ്ഞു കുഞ്ഞു ബൗളുകളാക്കി വീണ്ടും മാറ്റാനുള്ളതാണ്. നമുക്കറിയുന്നതാണ് ഗുലാബ് ജാമുൻ്റെ ഷേപ്പ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞു കുഞ്ഞു ബൗളുകളാക്കിയിട്ട് മാറ്റി എടുത്ത് വെക്കുക. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബൗളുകളാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാമെന്നറിയോ? ഒരു പാന് ചൂടാക്കി നന്നായിട്ട് അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ മാത്രം ഇത് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉടഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. ബ്രെഡല്ലേ, വലിയ ബലമൊന്നും ഇല്ലല്ലോ. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം ഇത് മാറ്റിയെടുക്കുക കേട്ടോ. അങ്ങനെ 2 സെറ്റ് ഉണ്ടായിരുന്നു, 2 സെറ്റ് മാറ്റിയെടുത്തു. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഷുഗർ സിറപ്പ് ഉണ്ടാക്കലാണ്. 2 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്, അതിനൊരു ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഏലക്കായ കൂടി പൊടിച്ചിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഷുഗർ സിറപ്പിൻ്റെ കളറും നമുക്കറിയാം, അതൊരു കളർ ചേഞ്ച് വരുന്നതാവുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കൂടി അറിയാം അത്യാവശ്യം എത്രത്തോളം അത് ബെറ്റർ ആയിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ തണുത്ത മാറ്റിയതിന് ശേഷം അത് നമ്മൾ എന്ത് ചെയ്യുക, അത് നമ്മളെ ബൗൾസിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു 2 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. എനിക്ക് വെയിറ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നല്ല സ്വീറ്റ് റെസിപ്പിയാണ്, മക്കൾക്കൊക്കെ ട്രൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ. ബൈ.